എങ്ങനെ എന്ത് തോന്നി തിയേറ്ററിൽ കിണ്ണം കാച്ചി സാധനം ഹൈപ്പ് അന്ന് പറഞ്ഞിട്ട് ഹൈപ്പ് കാണുമ്പോൾ പേടി തോന്നി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഹൈപ്പ് പറഞ്ഞ പേടിക്കേണ്ട ആവശ്യമില്ല, ഇതിനെക്കാട്ടി വലിയ സാധനമാണ് പഠിച്ചു വെച്ചിരിക്കണെന്ന് മനസ്സിലായി. ഇഷ്ടമായി ഫൈനൽ ഷെഡ്യൂൾ ഷൂട്ടിംഗ് എന്നാണ് തുടങ്ങുന്നത്. ഡേറ്റ് പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ, ഇപ്പൊ ലാലേട്ടന്റെ ലുക്ക് ഒരു സാധനം ഭയങ്കര ട്രെൻഡിങ് ആയോണ്ടിരിക്കണേ ബബ്ബനെ കുറിച്ചിട്ടാന്നുള്ളത്. നമ്മുടെ ഒന്നും നമ്മൾ പുറത്തിട്ടിട്ടില്ല. അപ്പൊ അത് ബബ്ബയുടെ അല്ല. ഓക്കെ, അവിടെ നോക്കൂ. ഹലോ, എന്നാ പണി വെച്ചിരിക്കണെന്ന് എല്ലാരും കമന്റ് വന്നിരുന്നേ. ഇനി ഹൈപ്പ് 100% ഡബിൾ ആയിക്കൊണ്ടിരിക്കണം. അത്രയും പ്രതീക്ഷയോടെ നിർത്തിയിരിക്കണത്. ഇപ്പൊ 1.5 മിനിറ്റ് അതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയ പോർഷനാണ് ഇത് വരുന്നത്. ഇതിനെക്കാട്ടി കുറെ സർപ്രൈസ് ആയ സംഭവങ്ങൾ ഇനി വരാനിരിക്കുന്നുണ്ട്. അല്ല, വരാനിരിക്കുന്നുണ്ടോ? ഏറ്റവും ഹൈലൈറ്റ് ആയ പോർഷനാണ് അപ്പൊ ടീച്ചറിൽ കണ്ടിട്ട്. അപ്പൊ ഇതിനെക്കാട്ടി വലിയ സംഭവങ്ങൾ ഇനി സിനിമയിൽ കാത്തിരിക്കാം. ഇപ്പൊ ദിലീപേട്ടനെ മാത്രല്ല, ഇപ്പൊ വിനീതേട്ടനും നമ്മൾ കാണാത്തൊരു സ്റ്റൈലില് ഒരു മാസ് അപ്പിയറൻസിലാണ് ഇതിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. തോന്നി മറ്റേ ഒരു കുറെ സെയിം അങ്ങനെ തന്നെയാണ് ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആ ക്യാരക്ടറിന് അത്ര ഇമ്പാക്ട് ഉണ്ട്. ഇപ്പൊ ദിലീപേട്ടന്റെ വിനീതേട്ടനോ ഈക്വൽ റോൾ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ 80% ഷൂട്ട് കംപ്ലീറ്റ് ആയി അല്ലേ? കുറച്ചും കൂടി ഈ കണ്ടത് തന്നെയാണ് പടത്തിന്റെ ഒരു ഫ്ലേവർ. ബാക്കി പടം പടം വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ഇത് തന്നെ അതിന്റെ ഒരു ഫ്ലേവർ സിനിമയുടെ. വേറെ നമ്മൾ പറയുന്ന കഥകളൊന്നുമല്ല, ഇതാണ് ഒരു ഫ്ലേവർ. ഒരു ഗ്ലിംസ് തന്നെ ഉള്ളൂ. ആദ്യത്തെ റേറ്റിംഗ് അല്ലേ? മധുരം അല്ല, 100ന്റെ കൂടെ ആദ്യത്തെ. ഇങ്ങനെ രണ്ടാളെ എങ്ങനെ ഉണ്ടായിരുന്നു ഇത്? സപ്പോർട്ട് ചെയ്യുന്നവരെയുള്ള എല്ലാ സപ്പോർട്ടും കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ടീച്ചറും കറക്റ്റ് ആയിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ എല്ലാവരും കൂടെ നിൽക്കണം ആവശ്യം. ഓക്കെ, ഈ ടീച്ചർ കണ്ടപ്പോ എല്ലാവരും ഭയങ്കരമായിട്ട് പ്രതീക്ഷയുടെ അമിത ഭയങ്കര വീണ്ടും പ്രതീക്ഷ കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് തോന്നിയില്ല. ഇപ്പൊ ടീച്ചറിന് ഇത്ര റിയൽ ആയിട്ട് ഒരു ഇമ്പാക്ട്. നമ്മള് സിനിമ നന്നാക്കാനാണ് നമ്മുടെ ഫോക്കസ്. അപ്പൊ അതിലോട്ടാണ് വർക്കൊക്കെ നടക്കുന്നുണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ. അത് ഏറ്റവും നന്നായി വരിക എന്നുള്ളതാണ് പ്രധാനം. ഇതൊരു ചെറിയൊരു സന്തോഷം നമുക്ക് തന്നിട്ടുണ്ട്. സിനിമ അൾട്ടിമേറ്റ് പ്ലാനിങ് ഉണ്ട്, ഉടനെ അറിയിക്കാം. ഫൈനൽ ഷെഡ്യൂൾ എന്താണ് ഷൂട്ട് തുടങ്ങുന്നത്? ഡേറ്റ് ആയിട്ടില്ല. ദിലീപേട്ടൻ ഷോ ആണ്. ദിലീപേട്ടനെ മാത്രല്ല, വിനീതേട്ടൻ എല്ലാരും ഒരു കൂട്ട ഷോ ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ആണോ? ഇതിൽ ഈ ടീസറിൽ കാണാതെ തന്നെ കുറെ കാര്യങ്ങൾ ഹൈഡ് ആയിട്ട് വെച്ചിട്ടുണ്ടെന്ന് ഇപ്പൊ റൈറ്റർ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫഹീം. അങ്ങനെ ഉണ്ടോ? ഇതിനെക്കാട്ടി വലിയ സംഭവം ടീസറിലപ്പോ നമുക്ക് ഏറ്റവും കുറവ് മാത്രമല്ലേ വിടാൻ പറ്റും. നമ്മൾ ഏറ്റവും ആളുകൾ കാണണമെന്ന് ആഗ്രഹിക്കാൻ കണ്ടന്റ് മാത്രമല്ല, അത് മാത്രമേ ബാക്കി ഇത്തരം പോസിറ്റീവായ റെസ്പോൺസ് ഡയറക്റ്റ് കിട്ടുമ്പോൾ സന്തോഷമല്ലേ? ഇപ്പൊ നേരത്തെ അതിനാണല്ലോ നമ്മളിങ്ങനെ ഇവിടെ വന്നതും ആൾക്കാരുടെ ഇത്രയും ഇവർ ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് സ്ഥാനം കൊടുക്കുന്ന ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്നു. ദിലീപേട്ടനെ പോലത്തെ ആർട്ടിസ്റ്റിന്റെ ഒരു എങ്ങനത്തെ ഒരു ദിവസം തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര ഹാപ്പിയാണ്. ജൂലൈ 4 ദിലീപേണ്ട ഒരു ഫേവറേറ്റ്. അതിൽ വിനീതേട്ടൻ ലുക്ക് ആദ്യം പുറത്തിട്ടപ്പോൾ ഒരു നെഗറ്റീവ് ഷെയ്ഡ് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആയി. പക്ഷേ ടീച്ചർ കണ്ടപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. ടീച്ചർ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ഈക്വൽ റോളുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള അങ്ങനെ ഇത് ഇപ്പൊ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പറഞ്ഞ പോലെ തന്നെ മാഡ്നസ് വേൾഡ് ആണ്. ആളുകൾക്ക് ഉണ്ടാവുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇപ്പൊ എല്ലാവർക്കും 2 ഷെയ്ഡ് വരുന്നുണ്ട്. എന്തായാലും ഒരു മാസ് മസാല എന്റർടൈനർ തന്നെയായിരിക്കുമല്ലോ. കേരളം ഇളക്കി വതയ്ക്കാനുള്ള ഒരു പ്ലാനിലാണെന്ന് തോന്നുന്നു ശരിയൊക്കെ കണ്ടിട്ട്.